ഹായ് ഓൾ, ഇന്നൊരു സൺഡേ ഔട്ടിംഗ് ഡേ ആണ്. അമ്മയും അച്ഛനും ഞാനും ഋതുവും കൂടിയാണ് പോകുന്നത്. വിഷ്ണുവിന് ഇന്നും ജോലി ഉണ്ടായിരുന്നു, അതുകൊണ്ട് വിഷ്ണു പോയി. ഞാൻ ഋതുവിനെ തൂക്കിയിട്ട് 2 വീലറിലാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ഇന്ന് അമ്മയുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലും പിന്നെ അമ്മൂമ്മയുടെ അങ്ങും പോവുക. അപ്പം പോകുന്ന വഴിക്ക് ഒരു കടിക്കടയിൽ നിന്ന് കടി മേടിക്കാമെന്ന് വിചാരിച്ചു. പോകുന്ന അമ്മയുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ കൊടുക്കാമെന്നുള്ള ആലോചനയിലാണ് മേടിക്കാൻ കയറിയത്. എന്തോ ഈ കാവനാട് മിന്നൽ ചായ എന്നും പറഞ്ഞ് അവിടെ ഭയങ്കര തിരക്കുണ്ടായിരുന്നു കടയിൽ. ഇവിടുത്തെ കടിക്ക് ഭയങ്കര തിരക്കാണ്. അങ്ങനെ ഫ്രണ്ടിൻ്റെ വീടെത്തി. ഫ്രണ്ടിൻ്റെ മോടെ വാവയാണേ. അപ്പോൾ ആ കൊച്ചിനെ കാണാനും വന്നില്ലായിരുന്നു. അപ്പോൾ ആ കൊച്ചിനെയും കാണാൻ ഫ്രണ്ടിൻ്റെ അടുത്ത് സംസാരിക്കുകയും ചെയ്യാം എന്നുള്ള രീതിയിലാണ് വന്നത്. അമ്മ പിടിച്ചോളൂ. ഞാൻ എടുക്കട്ടെ? എന്ത് അവ എടുക്കട്ടെ? ഞാനൊന്ന് എടുക്കട്ടെ. ഋതുവിന് വാവയെന്ന് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അവനെ എടുക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ അവനെ കൊണ്ട് പറ്റത്തില്ല. അവൻ എടുക്കാൻ വേണ്ടി 2-3 വട്ടമൊക്കെ പോയി പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ നിന്ന കളി അത് കഴിഞ്ഞിട്ട് ആ ചേച്ചിയുടെ മോനുമായിട്ട് ക്രിക്കറ്റ് കളിക്കാൻ പോയി രണ്ടും കൂടെ. അപ്പം വെളിയിൽ റോഡ് നിന്നാണ് കളിച്ചത്. അങ്ങനെ പിന്നെ ഞങ്ങൾ അകത്ത് വിളിച്ച് നിർത്തി അവരിരുന്ന് ബോൾ കളിക്കുമായിരുന്നു. ആ സമയത്ത് ഞാൻ വാവയെ എടുത്ത് എൻ്റെ കയ്യിൽ വെച്ചായിരുന്നു, പക്ഷേ അതിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് എൻ്റെ കയ്യിൽ ഇരുന്ന് അവൻ അപ്പിയിട്ട് പിന്നെ ഞാൻ അതിനെ ചേച്ചിക്ക് കൊടുത്ത്. അത് കഴിഞ്ഞ് അവിടുത്തെ ഇതും അമ്മയുടെ ഒരു ഫ്രണ്ട് തന്നെയാണ്. ഇവർ അയൽക്കാരായിരുന്നു. അതായത് അമ്മയൊക്കെ ഇവിടെ വാടകയ്ക്ക് താമസിച്ചിരുന്നപ്പോൾ ഇവരുമായിട്ട് ഭയങ്കര ഫ്രണ്ട്സായത്. 6 വർഷം അവർ അടുത്തടുത്ത് വാടകയ്ക്ക് താമസിച്ചിരുന്നതായിരുന്നു. അത് കഴിഞ്ഞ് അമ്മയൊക്കെ എന്ന് വേറെ മാറിപ്പോയി. എന്നിട്ട് ഈ ഫ്രണ്ട്ഷിപ്പ് അവർ വിട്ടില്ല. ഭയങ്കര കൂട്ടാണ്. ഇവിടെ ആരാ വന്നേ? ആരാ വന്നേ? അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ചായയും കടിയും തന്നു. ഞങ്ങൾ കൊണ്ടുവന്ന കടി അവിടെ കൊടുത്തില്ല കേട്ടോ. അവർ ഞങ്ങൾ വരുന്നത് പ്രമാണിച്ച് കടി മേടിച്ചു. പിന്നെ നമ്മൾ ഈ കടിയും കൂടെ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ച് നല്ലൊരു തണുത്ത നല്ലൊരു പ്രദേശമായിരുന്നു. ഇവിടെ ആ വീട്ടിലായിരുന്നു അമ്മയൊക്കെ വാടകയ്ക്ക് താമസിച്ചിരുന്നത്. ആ വീട് വിൽക്കാനിട്ടിരുന്നപ്പം ഇവർ ആ വീട് മാറുകയാണ് ചെയ്തത്. ഇത് ബ്രഹ്മി ബിച്ചുമാണ്. ഋതുവിന് മുടി കളിക്കാത്തത് കൊണ്ട് ബ്രഹ്മിയും കരിവേപ്പിലയും കറ്റാവാഴയോ എന്തൊക്കെയൊക്കെ ഇട്ട് അമ്മ എണ്ണ കാച്ചാന്ന് പറഞ്ഞ് അതിന് വേണ്ടിയിട്ട് ഇവിടുന്ന് ബ്രഹ്മി അപ്പം അവരുടെ അവിടെ നിന്ന് ഈ ചേന, കാച്ചിലി, ഇഞ്ചിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതെല്ലാം പാക്ക് ചെയ്യുവാണ്. എല്ലാം കൂടെ കുറേ സാധനം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ. അങ്ങനെ എല്ലാം ഞങ്ങൾ ഡിക്കിയിൽ കയറ്റി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുവാണ്. ഞങ്ങൾ 4 മണിക്ക് അവിടെ വന്നതാണ്. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ 6:30 കഴിഞ്ഞ്. ഇറങ്ങാൻ നേരവും സംസാരിച്ച് തീരുന്നില്ലായിരുന്നു. പിന്നെ എന്തായാലും ഞങ്ങളങ്ങ് ഇറങ്ങി. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് അമ്മൂമ്മയുടെ അങ്ങായിരുന്നു പോകേണ്ടത്. അമ്മൂമ്മയുടെ അങ്ങ് എല്ലാ മാസവും പോവും. അച്ഛൻ്റെ അമ്മയാണ്. അങ്ങനെ അവിടെ ചെന്നപ്പം അവിടെ കൊച്ചച്ഛൻ അവിടെ വെളിയിൽ ഇരിക്കുമായിരുന്നു. ഞങ്ങളെ കണ്ടതും അകത്ത് കടയിലങ്ങാണ്ട് പോയിട്ട് 6:30 കഴിഞ്ഞ്. സന്ധ്യ കഴിഞ്ഞ സമയത്താണ് ഞങ്ങളവിടെ എത്തിയത്. അപ്പം ഋതു ആ കടിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ മേടിച്ച കടി ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തു കേട്ടോ. അവിടെ നിന്നും പിന്നെ ചായയും കടിയും ഒക്കെ കഴിച്ച് അമ്മയൊക്കെ അവിടെ അകത്ത് നിന്ന് സംസാരിക്കുന്നു. അച്ഛനും കൊച്ചച്ഛനും കൂടെ പുറത്ത് നിന്ന് സംസാരിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ ഋതുവിനെയും തൂക്കിയിട്ട് പുറത്ത് വന്നപ്പം അവിടെ ഒരു പട്ടി കിടന്ന് കുരയ്ക്കുന്നുണ്ടായിരുന്നു. എങ്ങനെ ഋതു?
കേട്ടോ. എന്തോ വേണം? അടി ആടി കിട്ടുമെന്ന് പറ. അന്നൊരു ചെറുക്കം പോയപ്പോൾ ഞാൻ ചമ്മന്തി പൊടി അങ്ങനെ അവിടുന്ന് ഞങ്ങൾക്ക് കുറേ മാങ്ങ കിട്ടി. ആ മാങ്ങയും അച്ഛൻ കൊണ്ട് ഡിക്കി കൊണ്ട് വെക്കുകയാണ്. അങ്ങനെ അവിടുന്ന് യാത്ര പറഞ്ഞിറങ്ങി പോകുന്ന വഴിക്ക് ഞങ്ങൾ പിന്നെ ധന്യയിൽ കയറി കുറച്ച് സാധനം മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ധന്യയിൽ കയറി സാധനം മേടിച്ച് ഞങ്ങൾ വീട്ടിൽ പോയിരുന്നു. അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ടാറ്റ ബൈ ബൈ.